നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ശനിയെക്കുറിച്ചാണ്. സാറ്റേൺ 8ാം ഭാവത്തിലെ പ്ലേസ്മെൻ്റാണ്. അഷ്ടമഭാവം എന്നത് ഏറ്റവും നിഗൂഢവും ശക്തമായിട്ടുള്ളൊരു ഭാവമാണ്. ആയുസ്, മരണം, പരിവർത്തനങ്ങൾ, നിഗൂഢ രഹസ്യങ്ങൾ, നിഗൂഢ വിദ്യകൾ, അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, ഇതിനെയെല്ലാം സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ 8ാം ഭാവമാണെന്നുള്ളത് അറിയാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം ഈ ക്ലാസ്സിൽ 8ലെ ശനിയും പ്രാരാബ്ധ കർമ്മങ്ങളുടെ കാർമിക് ലിങ്കുകളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം പാസ്റ്റ് ലൈഫ് പ്രാരാബ്ധ ലിങ്ക്സ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൻ്റെ കാർമിക് ലിങ്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എട്ടാം ഭാവം 6, 8, 12 ഭാവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കർമ്മങ്ങളുടെ, വളരെ ദൃഢമായിട്ടുള്ള കർമ്മങ്ങളുടെ ആഴത്തിലുള്ള ശേഖരണമാണ്. ശനി ഇവിടെ പ്രത്യേകിച്ച് 8ാം ഭാവത്തിൽ നിൽക്കുന്നത് കഴിഞ്ഞ ജന്മങ്ങളിൽ പൂർത്തിയാക്കാത്തത് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്ത ശേഷം അതൊരു കെട്ടുകളായി കിടക്കണം. ആ കെട്ടുകളറ്റേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കെട്ടുകൾ ഫലഭൂക്തിയായി തീരും എന്ന് ഹരിനാമകീർത്തനം പറയുന്നുണ്ടല്ലോ. അത് ഫലമായിട്ട് വരും. അപ്പം ആ കാർമിക് കടങ്ങളെന്ന് പറയുന്നത് അത് ഫലമായിട്ട് വരും എന്നുള്ളതാണ്. അപ്പം എന്തായിരിക്കും 8ൽ ശനി വന്നതിൻ്റെ പാസ്റ്റ് ലൈഫ് കാർമിക് ലിങ്ക്? അത് ഈ ജന്മം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നിഗൂഢ വിദ്യകളുടെ ദുർവിനിയോഗമാണ്. കഴിഞ്ഞ ജന്മത്തിൽ താന്ത്രിക വിദ്യകളോ അല്ലെങ്കിൽ നിഗൂഢമായിട്ടുള്ള അറിവുകളോ, ലോകത്ത് എവിടെ ജനിച്ചാലും അതാത് ദേശത്തിലെ അതാത് ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിഗൂഢമായിട്ടുള്ള വിദ്യകൾ, അറിവുകൾ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടാകാം. ഈ ജന്മത്തിൽ അത്തരം അറിവുകൾക്കുള്ളൊരു ത്വരയുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ കഠിനമായിട്ടുള്ള പ്രയത്നവും അച്ചടക്കവും ശനി ആവശ്യപ്പെടും. അറിവ് നേടുന്നത് സാവധാനത്തിലായിരിക്കും. അത് ഉപയോഗിക്കാനും കുറച്ച് സമയം എടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്തേത് മറ്റുള്ളവരുടെ സമ്പത്തുമായിട്ട് ഇടപെട്ടിട്ടുള്ള ഘടകങ്ങളാണ്. ഇൻകംപ്ലീറ്റഡ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. പങ്കാളിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ ലഭിക്കുന്ന സ്വത്ത്, ഇൻഷുറൻസ് അല്ലെങ്കിൽ പിതൃസ്വത്ത് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങൾ ചിലപ്പോൾ ഈ ജന്മത്തിൽ നേരിടാം. നമുക്ക് സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒന്ന് കയ്യിലേക്ക് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. ഇത് കഴിഞ്ഞ ജന്മത്തിലെ സാമ്പത്തിക കൊടുക്കൽ വാങ്ങലുകളുടെ വീഴ്ചകളെ പരിഹരിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് കണക്കാക്കണം, അല്ലെ കണക്കാക്കപ്പെടുന്നു. ഇതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്നവർ അങ്ങനെയാണ് പറയുന്നത്. ഈ ജന്മം അത് കടന്നു പോകേണ്ടതാണ്. അത് കടന്നു പോയാൽ ആ ഒരു പ്രശ്നങ്ങൾ ഇതിലൂടെ കടന്നു പോയി അതിന് മനോഹരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു നല്ല അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. മനസ്സമാധാനത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും. ആ ഒരു അവസ്ഥ കടന്നു പോകുന്നിടം വരെ. അടുത്തതെന്ന് പറഞ്ഞാൽ പരിവർത്തനത്തിനോടുള്ള ഭയമാണ്, മാറ്റത്തോടുള്ള ഭയമാണ്. മരണം ഒരു പരിവർത്തനമാണ് സോളിൻ്റെ. അതുപോലെ തന്നെ മാറ്റത്തോടുള്ള മരണതുല്യമായിട്ടുള്ള അനുഭവങ്ങൾ വന്നിട്ട് മാറാൻ, ഇങ്ങനെ വന്നാലേ നമുക്ക് മാറ്റം വരുമെന്ന് മനസ്സിലാക്കിയാലും ഇറങ്ങി ചെയ്യാനുള്ളൊരു ഭയം, ആ ഒരു കംഫർട്ട് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാനുള്ള ഭയം, ഇരുന്ന് നരകിച്ചാലും അതിൻ്റെ അത്രയും കാലങ്ങൾ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയാലും ഇറങ്ങി മേയാനുള്ളൊരു ഭയം, മാറ്റങ്ങളെ സ്വീകരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാഠം 8th ഹൗസ് സാറ്റേണിൻ്റെ. അതുകൊണ്ട് തന്നെ അതൊരു ദൗത്യമായിട്ട് പ്രശ്നങ്ങൾ വന്നാൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. ഇറങ്ങിത്തിരിക്കുക തന്നെ വേണം ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ. അടുത്തത് സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസസ് ആണ് 8th ഹൗസ് സാറ്റേണിൻ്റേത്. ഒന്നാമത്തേത് പഠിക്കേണ്ട ഒരു കാര്യം,
കാരണം മനസ്സ് ഒരുപാട് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭാവമാണ്. അവിടെ ശനി വന്നാൽ ഇൻട്രോസ്പെക്ഷനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അത് വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. അന്തർമുഖത്വം അത് ചെറിയ രീതിയിലാണെങ്കിൽ അത് ഒരു സ്പാർക്ക് പോലെ ഉള്ളെങ്കിൽ പോലും അതിന് ഉള്ളിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെന്നില്ലെന്നുണ്ടെങ്കിൽ മനസ്സെപ്പോഴും അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവർ സ്വാഭാവികമായിട്ടും ആഴത്തിൽ ചിന്തിക്കുന്നവരായിരിക്കും. എനിക്കങ്ങനെ പലരുടെയും അനുഭവമുണ്ട്. പല കാര്യങ്ങളെയും ഉള്ളിലേക്ക് ഇറങ്ങി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ജീവിതത്തിൻ്റെ അർത്ഥം, മരണം, മരണാനന്തര ജീവിതം എന്നിവയെക്കുറിച്ചുള്ള ചിന്തകൾ ഇവർക്കെപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിൽ അതിലൊക്കെ താല്പര്യമുണ്ടാവും, അതൊക്കെ പഠിക്കാൻ ആഗ്രഹവും ഉണ്ടാവും. പലപ്പോഴും ചിന്തകൾ പുറത്ത് പറയാതെ ഉള്ളിലൊതുക്കുന്ന ഒരു സ്വഭാവവും 8ാം ഭാവത്തിലെ ശനിയുടെ ഒരു പ്രത്യേകതയാണ്. ഇതൊക്കെ ഒരു പൂർവജന്മത്തിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് വരുന്നതാണ്. അടുത്തത് മാറ്റങ്ങളോടുള്ള പ്രതിരോധമാണ്. ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളെ ഇവർക്ക് ഭയമായിരിക്കും. പെട്ടെന്നൊരു കാര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ലോ ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും ഇങ്ങനെ സ്ലോ ആയിട്ട് പോകണം എന്നാഗ്രഹിക്കുന്നിടത്തു നിന്ന് പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ ഇവർക്ക് ഭയം വരും. എല്ലാം നിയന്ത്രണത്തിലായിരിക്കണം, അല്ലെങ്കിൽ എല്ലാം തൻ്റെ കയ്യിലൂടെ തന്നെ പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. കടുത്ത അപകർഷതാബോധം, പൂർവജന്മത്തിൽ ചെയ്ത് പരാജയപ്പെട്ടു പോയതിൻ്റെ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് പെട്ടുപോവോ പരാജയപ്പെട്ടു പോവോ എന്നുള്ളൊരു ഭയം ഉണ്ടാവും. എന്നാൽ ശനി ഇവരെ നിർബന്ധപൂർവം പല പരിവർത്തനങ്ങൾക്കും വിധേയമാക്കും. നമുക്കത് ഇഷ്ടമല്ല, നമ്മൾ രാഗവും ചെയ്യുവേനെ, പക്ഷെ എന്നാൽ പോലും പല പരിവർത്തനങ്ങൾക്കും ഇവരെ അത് വിധേയമാക്കും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ ഈ വ്യക്തികൾ കടന്നു പോകുമ്പം കടുത്ത ആന്തരിക സമ്മർദ്ദങ്ങൾ ഇവർക്കുണ്ടാവും. 8th ഹൗസിലെ നമ്മളൊന്ന് നിരീക്ഷിച്ചാലും മനസ്സിലാവും. അതിൻ്റെ ഒരു ശക്തമായൊരു നിരീക്ഷണമാണ്. ഇവർക്കൊരു ആ ഒരു മാറ്റം, ഇവരതിലേക്ക് ആ ട്രാൻസ്ഫോം ആവുന്നതിന് മുമ്പ് അവരെ കാണുന്ന സമയത്ത് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഈ വിഷയങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പക്ഷേ അവർ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ, ഈ ഒരു സാഹചര്യങ്ങളിലൂടെ ശനി പുഷ് ചെയ്ത്, ദാസ്യനാണ് നമ്മളാ കർമ്മഫലത്തിൻ്റെ ദാസനായി ആഗ്രഹമില്ലെങ്കിൽ കൂടിയും പണിയെടുത്ത് അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ സഹിച്ച് സഹനത്തിലൂടെ മുന്നോട്ട് പോകുമ്പം ആ ഒരു പ്രതിരോധം അവർക്ക് സൃഷ്ടിക്കും. ജീവിതത്തിൽ എപ്പോഴും ഒരു സംഘർഷങ്ങളുണ്ടാകും. എന്നിരുന്നാൽ പോലും ഒടുവിൽ ആന്തരികമായിട്ടുള്ളൊരു ശക്തി ഇവരിലുണ്ടാകും എന്നുള്ളതും ഉറപ്പുള്ളൊരു കാര്യമാണ്. അടുത്തത് ഉത്കണ്ഠയും സുരക്ഷിത ബോധവുമാണ്, അല്ലെങ്കിൽ സുരക്ഷാബോധവുമാണ് ഇവരെ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയെക്കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു തരത്തിലുള്ളൊരു അരക്ഷിതാവസ്ഥ ഇവരെ വേട്ടയാടും. സുരക്ഷിതനാണോ ഞാൻ, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാകുമോ, ഇതെപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ചന്ദ്രനും കൂടി സ്വാധീനം വല്ലതും വന്നാൽ പിന്നെ ഉറക്കക്കുറവ്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ജാതകം കാണുമ്പോൾ പറയും നല്ല ദീർഘായുസ് ഉണ്ട് എന്ന് പറയുമ്പം ചിലവർ പറയുന്നത് അയ്യോ മരിച്ചാലും കുഴപ്പമില്ല, എനിക്കിതൊന്നും അനുഭവിക്കാൻ വയ്യ, ആയുസ് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരു തരം അരക്ഷിതാവസ്ഥയുടെ ഒരു മൂർധന്യാവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോഴാണ് ഡിപ്രഷൻ്റെ ഒരു ഇതൊക്കെ ഇവർക്ക് വരുന്നത്. അപ്പോൾ അതിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അത് ചിലപ്പം നമ്മളെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെക്കുറിച്ചായിരിക്കും. പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ഒരു അരക്ഷിതാവസ്ഥ ഇവരുടെ മനസ്സിൻ്റെ ഒരു മൂലയിൽ എപ്പോഴും ഉണ്ടാവും, അല്ലെങ്കിൽ അവരവരെക്കുറിച്ചൊരു ഭയം എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നുള്ളൊരു ക്വാളിറ്റി 8th ഹൗസിൻ്റെ സാറ്റേണിൻ്റെ ഒരു ക്വാളിറ്റി എന്നത് ഗവേഷണ ബുദ്ധിയാണ്. മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനിക്കാൻ, വ്യാഴമൊക്കെ കൂടെ നല്ല രീതിയിൽ സ്വാധീനിച്ചാൽ ഏതൊരു കാര്യത്തിൻ്റെയും വേരുകൾ, റൂട്ട് അന്വേഷിച്ച് പോകാനുള്ള ഒരു കഴിവ്, ഒരു മാനസികാവസ്ഥ ഇവർക്കുണ്ടാവും. പ്രത്യേകിച്ച് അവർ റിസർച്ച്, അവർക്ക് ഇഷ്ടമുള്ള അവർ പൊയ്ക്കൊണ്ടിരിക്കുന്ന മേഖലകളിൽ, ഇപ്പോൾ ലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളറകൾ,
ഏതിനായിക്കോട്ടെ, ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് അതീന്ദ്രിയമായിട്ടുള്ള വിദ്യകളെക്കുറിച്ച് പറയാം, മനഃശാസ്ത്രത്തെക്കുറിച്ച് പറയാം. നമ്മളതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ജ്യോതിഷം, തന്ത്രം, വേദം, അല്ലെങ്കിൽ വൈദികമായിട്ടുള്ള കാര്യങ്ങൾ എന്നിവയുടെയൊക്കെ ആവശ്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഗവേഷണത്തിലേക്ക് ആ ഒരു ആവശ്യബോധം വരികയും അതിൻ്റെയൊക്കെ ഗവേഷണത്തിലേക്ക് ഇറങ്ങി ചെല്ലാനുമുള്ള, പലപ്പോഴും ഇവരെ ആ ഭയമാണ് ഇവരെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്ന ഒരവസ്ഥ. ആ ഇറങ്ങി പുറപ്പെട്ട ഗവേഷണത്തിന് മെനക്കെട്ട് സ്ലോ മൂവിങ് പ്ലാനറ്റാണ് സാറ്റൻ. അപ്പോൾ മെനക്കെട്ട് മുന്നോട്ട് പോകുമ്പം ആ ട്രാക്കിലേക്ക് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഗവേഷകരായി മാറുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. 8ാം ഭാവം ആയുർഭാവമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ശനി ആയുസ്സിൻ്റെ കാരകനാണോ? ആയുസ്സിൻ്റെ കാരകൻ ഈ ഭാവത്തിൽ നിൽക്കുന്നത് വിപരീതമാണ്. വിപരീതവും ശനി സ്മൃതമാണ്. മറ്റെല്ലാ ഗ്രഹങ്ങളും കാരഗ്രഹം ഭാവത്തിൽ നിന്നാൽ ചില ദോഷങ്ങൾ വരുമെങ്കിലും ശനി നിൽക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ 8ാം ഭാവത്തിൽ ശനി സാധാരണയായിട്ട് മറ്റ് മാരകബന്ധങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ദീർഘായുസിൻ്റെ ലക്ഷണമാണത്. അപ്പം എന്നാൽ ജീവിതം കഠിനാധ്വാനത്തിലൂടെയും വെല്ലുവിളികളിലൂടെയും പോവത്തുള്ളൂ എന്നുള്ളതും അടിവരയിട്ട് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ വെല്ലുവിളികളുണ്ടാവും. കാരണം ഭൂമി എന്ന് പറയുന്നത്, ഭൂലോകം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കർമ്മഫലങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. ഓരോ വ്യക്തികളും അവരുടെ കർമ്മഫലത്തിൻ്റെ അളവുകൾ പല രീതിയിലായിരിക്കും. ഈ 9 ഗ്രഹങ്ങളും 27 നക്ഷത്രങ്ങളുടെയൊക്കെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് നമ്മൾ നോക്കുമ്പം അത്ര യുണീക്കാണ്. ഇതിങ്ങനെ അനേകായിരം രീതിയിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വരാം. അപ്പം അതുകൊണ്ട് ആയുസ്സിൻ്റെ കാരകനായ ശനി അഷ്ടമത്തിൽ നിൽക്കുന്നത് മരണത്തെ വൈകിപ്പിക്കുന്നു, ദീർഘായുസിൻ്റെ ലക്ഷണമാണ്. എന്നാലും ജീവിതത്തിൻ്റെ മാറ്റങ്ങളെയും ക്ലേശങ്ങളെയും സാവധാനമേ സുസ്ഥിരമാക്കുകയുള്ളൂ എന്നുള്ളത് ഓർത്ത് വെക്കുക. 35-38 വയസ്സൊക്കെ കഴിയണം ഇവരൊന്ന് സ്റ്റേബിളായി വരാൻ, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ പകുതി സമയം കഴിയണം എന്നുള്ളതാണ്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് അഷ്ടമത്തിലെ ശനിയുടെ കാർമിക് ഡെപ്റ്റുകൾ പറയാനുള്ളത്. പൂർവജന്മ പ്രാരാബ്ധമാണ്, അത് ദുർവിനിയോഗം ചെയ്താണ് ഈ ജന്മത്തിലെ ശനി നമ്മളെ അതിലേക്ക് വൈകിപ്പിക്കുന്നത്. അത് നന്നായിട്ട് മനസ്സിലാക്കി ഈ ക്ലേശങ്ങളെ ഓവർകം ചെയ്യാൻ ഈശ്വര സേവയും ചെയ്തും പോവുക. ചിലവർ പറയും ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, വിളക്ക് കത്തിക്കാറില്ല, അങ്ങനെയൊക്കെയാണ്, എനിക്ക് എല്ലാത്തിനോടും വിരക്തിയാണ്, അല്ലെങ്കിൽ ഈശ്വരീയ വിഷയങ്ങൾ റിച്വൽസിനോടൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറയും. ഞാനൊരു കാര്യം പറയാം. ഞാനും ഒരു കാലത്ത് ധ്യാനത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന, അല്ലെങ്കിൽ എല്ലാം മായയാണ് അങ്ങനെയൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്ന ആളാണ് ഞാൻ. പ്രസ്ഥാനത്രയം പഠിക്കാൻ പോയപ്പോഴും, അല്ലെങ്കിൽ വൈദികപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോകുമ്പോഴും, കൂട്ടത്തിൽ തന്ത്രവിഷയങ്ങൾ പഠിക്കാൻ പോകുമ്പോഴും ഒക്കെ ഒരു കൺഫ്യൂഷനുണ്ടാകും. രണ്ട് ഡിഫറെൻറ്റ് സ്കൂളല്ലേ. അതുപോലെ തന്നെ വസിഷ്ഠ ജ്ഞാനയോഗ സമ്പ്രദായത്തെക്കുറിച്ചും രമണ മഹർഷിയുടെയൊക്കെ സമ്പ്രദായങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ പോകുമ്പോഴും നമ്മൾ പലപ്പോഴും ഈ വിദ്യകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആയിരിക്കും. പക്ഷേ എൻ്റെ അനുഭവം കൊണ്ട് ഞാനൊരു കാര്യം പറയാം. രമണാശ്രമത്തിൽ ചെന്നാൽ പോലും അവിടെ ഒരു ക്ഷേത്രമുണ്ട്, രമണവൻ്റെ സമാധി അടക്കം ഉണ്ട്. അവിടെ പൂജയും കാര്യങ്ങളും വേദജപങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഗൃഹസ്ഥനാണെങ്കിൽ നിങ്ങൾ സ്ഥൂലപരമായിട്ടുള്ള ഗ്രോസ് ലെവലിലുള്ള റിച്വൽസ് നേച്ചറിലേക്ക് ഇടുമ്പോൾ, ആത്മാർത്ഥമായിട്ട് സമർപ്പിക്കുമ്പം അതിൻ്റെ റിഫ്ലക്ഷൻ ഐശ്വര്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നേച്ചറിലേക്ക് നമ്മൾ ചെയ്യുന്ന റിച്വൽസ്, അതായത് വഴി പോലെ പാടുപെട്ടുണ്ടാക്കിയ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ സമയം, ത്യാഗമാണത്. നമ്മൾ ചെയ്യുന്ന പൂ മേടിക്കണമെങ്കിൽ നമുക്കൊരു ധനം വേണം. ഇതൊക്കെ മേടിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന റിച്വൽസ് ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പം അതേ പാറ്റേണിൽ ഗ്രോസ് ലെവലിൽ തന്നെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മളിലേക്ക് തിരിച്ചു വരും. ഏത് സന്യാസാശ്രമങ്ങളിൽ നോക്കിയാലും, വേദാന്തം പറയുന്നിടത്ത് നോക്കിയാലും, എവിടെ നോക്കിയാലും വേദജപങ്ങളും മുറജപങ്ങളും ഒക്കെ ഉണ്ടാവും. നിങ്ങളൊരു സന്യാസിയാവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ
നിങ്ങൾക്ക് ധ്യാനം മാത്രമായി ഒതുങ്ങി എല്ലാ റിച്വൽസിൽ നിന്നും പരദേവതയിൽ നിന്നും പിതൃക്കളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറിപ്പോകാം. കാരണം ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബലിയിടാൻ ആരുമില്ല എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് തന്നെ ബലിയിട്ട ശേഷമാണ് പുതിയൊരു ജന്മത്തിലേക്ക് സന്യാസ ദീക്ഷ സ്വീകരിച്ച് പോകുന്നത്. പക്ഷെ ഒരു ഗൃഹസ്ഥനാണെങ്കിൽ നിങ്ങൾക്ക് ധനം ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുടുംബം, എല്ലാവരോടും കൂടിയേ പറയുന്നത്, കുടുംബം ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ പിതൃക്കളെ ഋഷിമാർ പറഞ്ഞ ക്രമത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായ പദ്ധതിയിലൂടെ പ്രാർത്ഥിക്കുകയും ശ്രാദ്ധം പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം. പൂർവികർ ആചരിച്ചിരുന്ന പരദേവതാദി വിഷയങ്ങളെ ആചരിക്കുകയും വേണം. അതോടൊപ്പം നിങ്ങൾ ഈശ്വര സാധനയും കൂടി ചെയ്യുകയും വേണം. കൂട്ടത്തിൽ ധ്യാനവും മറ്റു കാര്യങ്ങളും ചെയ്താൽ സോളിനുള്ള ഭക്ഷണമായിട്ടത് മാറും. അപ്പം കർമ്മഫലം കുറയും, സമാധാനവും കിട്ടും. ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്താൽ ഭോഗശ്ച മോക്ഷശ്ച കരസ്ഥേവച, ഭൗതികപരമായിട്ടും ആധ്യാത്മികപരമായിട്ടുമുള്ള ഐശ്വര്യങ്ങൾ വന്നു ചേർന്നുകൊള്ളും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ശനിയുടെ പരിഹാരത്തിൽ ഒന്ന് ധ്യാനവും കൂടിയാണ്. അപ്പോൾ ധ്യാനവും അതോടൊപ്പം തന്നെ പ്രാർത്ഥനകളും റിച്വൽസും എല്ലാം കൂടെ ചെയ്യുകയും വേണം. പലപ്പോഴും ആൾക്കാർക്ക് റിച്വൽസൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഞാൻ ധ്യാനിക്കുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. നിങ്ങളുടെ മെറ്റീരിയൽ വളർച്ച ഉണ്ടാവണമെങ്കിൽ അനുഭവം കൊണ്ട് പറയാണ്, ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കുക. അത് മെറ്റീരിയലായി തന്നെ ഉള്ള കാര്യങ്ങൾ ചെയ്യണം. ധ്യാനിച്ചുകൊണ്ടിരുന്ന് സങ്കല്പിച്ചാൽ മാത്രം പോരാ, അത് മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളൂടെ ചെയ്യണം. ഒരു ജോലിയിൽ നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഇരുന്ന് ധ്യാനിച്ച് അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്താൽ മാത്രം പോരാ. ആ സാഹചര്യം നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അത് ചെയ്യാനുള്ള ശാരീരികവും മാനസികവും ബുദ്ധിപരവും യുക്തിപരവുമായിട്ടുള്ള കഴിവ് നമ്മൾ ഗ്രോസ് ലെവലിൽ ഉണ്ടാക്കിയെടുക്കുകയും വേണം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് ഇതും. ഈശ്വരീയ പരിഹാരങ്ങൾ ചെയ്യണം, ക്ഷേത്ര ദർശനങ്ങൾ, ഒരുപാട് പൂജയൊന്നും കഴിക്കണം എന്നല്ല പറയുന്നത്. വീട്ടിൽ ഇപ്പോൾ പുറത്തൊക്കെയാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിങ്ങളുടേതായ ഒരു സ്പേസ് കണ്ടെത്തി പ്രാർത്ഥനയും വിളക്കത്തിയും ഒക്കെ വേണം. അത് ചെയ്യേണ്ടതാണ്. ഗൃഹസ്ഥന് ഇതെല്ലാം അനിവാര്യമായ കാര്യവുമാണ്. സന്യസിക്കാൻ പോകുന്നവരുടെ കാര്യമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കൊരു വൃത്തിയായിട്ടൊരു പൂജ കഴിക്കണമെങ്കിൽ, നന്നായിട്ട് ധ്യാനിക്കണമെങ്കിൽ ഒക്കെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വേണം, ധനം വേണം. ധനമില്ലെങ്കിൽ, വിദ്യയില്ലെങ്കിൽ, ജീവിത സാഹചര്യങ്ങൾക്ക് ഇതൊക്കെ വേണം. അതെല്ലാം ഉണ്ടാവട്ടെ. അതിനുവേണ്ട പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യവും ഐശ്വര്യവും നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം മാനസികമായിട്ട് അഷ്ടമത്തിലെ ശനിയുടെ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനും ഉള്ള പ്രായോഗിക നിർദ്ദേശങ്ങളും റെമഡീസും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.